സ്തോത്രം. നമുക്കറിയാം, നമ്മളെ വിളിക്കുന്ന പേര് ദൈവമക്കൾ. ദൈവമക്കൾ. ഇതിനകത്ത് കയറിയ എല്ലാവരുടെയും വേദപുസ്തകം അംഗീകരിച്ച, ദൈവം അംഗീകരിച്ച പേരാണ് ദൈവമക്കൾ എന്നുള്ളത്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. യേശുവിനെ കൈക്കൊണ്ടാല് നാം ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് ആമേൻ അധികാരം തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളിൽ സാമ്പത്തികമായിട്ട് മെച്ചമായിരിക്കുന്ന അനുഭവത്തിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യത്തില്, സൗന്ദര്യത്തില്, പദവികളില് ഒക്കെ മെച്ചമായ അനുഭവത്തിലുള്ളവരുണ്ട്. അപ്പോൾ തന്നെ അത്ര മെച്ചമല്ലാത്ത അനുഭവത്തിലും ഉള്ളവര് ഈ കൂട്ടായ്മയുടെ നടുവിലുണ്ട്. പക്ഷെ നമ്മളെ എല്ലാവരെയും വേദപുസ്തകം വിളിക്കുന്ന പേര് ദൈവ മക്കൾ എന്ന്. നമുക്കറിയാം, ഈ ട്രംപിന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു മകനുണ്ട്. ആ മകന് എത്ര ആസ്തി ഉണ്ട് എന്ന് ചോദിച്ചാൽ ആ ആസ്തി കണക്കെടുക്കാൻ പറ്റുന്നത് മുകേഷ് അംബാനിക്കോ അനിൽ അംബാനിക്കോ ഉള്ള ആസ്തി കണക്കെടുക്കാൻ പറ്റുന്നത്. എന്നാല് നമ്മള് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മുടെ ആസ്തി, നമ്മുടെ വില, അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെന്റും ഒരു സിസ്റ്റവും ഈ ഭൂമിയിലില്ല. സ്തോത്രം. കാരണം നമ്മൾ ഒരു വിലയുമില്ലാത്തവരാണെന്ന നമ്മുടെ വിചാരം. എന്നാൽ നമ്മുടെ വില നാം നിശ്ചയിക്കുന്നതല്ല. നമ്മുടെ വില നമ്മുടെ വീട്ടുകാർ നിശ്ചയിക്കുന്നതല്ല. നമ്മുടെ വില കൂട്ടുകാർ നിശ്ചയിക്കുന്നതല്ല. നമ്മുടെ വില ദൈവം നിശ്ചയിച്ചതാ. ദൈവം പറയുന്നു, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ്. സ്തോത്രം. ഈ ദൈവം നമ്മളെ മക്കളായി അംഗീകരിക്കുമ്പോൾ, അണ്ഡകടാകത്തെ സൃഷ്ടിച്ച ദൈവം, ഭൂമിയുടെയും സകല ഭൂചരജന്തുക്കളുടെയും ഉടമസ്ഥനായ ദൈവം, നക്ഷത്രക്കൂട്ടങ്ങളുടെ ഉടമസ്ഥനായ ദൈവം, സൂര്യ ചന്ദ്ര ആമേൻ താരാപഥങ്ങളുടെ അധിപതിയായ ദൈവം എന്റെയും നിങ്ങളുടെയും പിതാവാണ്. സ്തോത്രം. ലോകത്തിലെ ആരുടെയും ആസ്തി കണക്കെടുക്കാവുന്നതാണ്. ലോകത്തിലുള്ള ഏത് മഹാരഥന്മാരുടെയും സമ്പാദ്യം കണക്കെടുത്ത് തിട്ടപ്പെടുത്താവുന്നതാണ്. എന്നാൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്താണോ ആയിരിക്കുന്നത്, നാം എന്താണോ ആകേണ്ടത്, സ്തോത്രം, ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. ആയിരിക്കുന്ന ആ ഒരു അനുഭവത്തിലല്ല, ആകേണ്ട ഒരു അനുഭവത്തിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ ജാഗരിക്കാൻ തയ്യാറാകണം. ഞാൻ ഒരു കഥ പറഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഒരു പിതാവിന്റെ അടുക്കൽ ഒരു മകൻ വന്നേച്ച് പിതാവിനോട് പറഞ്ഞു, അപ്പാ, എനിക്ക് വീട്ടിലൊരു വിലയില്ല, സ്കൂളിലും ഒരു വിലയില്ല, കൂട്ടുകാരുടെ ഇടയിലും ഒരു വിലയില്ല, ഞാനൊരു വിലയില്ലാത്തവനാ. അപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആ അലമാരിയിലിരിക്കുന്ന ഒരു കല്ല്, വർഷങ്ങളായിട്ട് അലമാരിയിലിരിക്കുന്ന ഒരു കല്ല, ആ കല്ല് കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കണം. വിൽക്കരുത്, വിൽക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിന് എന്ത് വില കിട്ടുമെന്ന് നീ അന്വേഷിക്കണം. അപ്പം പറഞ്ഞ പ്രകാരം മോനെ അവൻ കല്ലുമായിട്ട്
മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ ചെന്നപ്പം പലരോടും വില ചോദിച്ചു. ഏറ്റവും കൂടുതൽ പറഞ്ഞത് 100 രൂപയാണ്. ഏറ്റവും കൂടുതൽ വില പറഞ്ഞത് 100 രൂപയാണ്. സ്തോത്രം. അപ്പൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് മോൻ പറഞ്ഞു, അപ്പാ ഏറ്റവും കൂടുതൽ വില അവര് പറഞ്ഞത് 100 രൂപയാണ്. ഞാൻ കൊടുത്തില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീയാ ഈ കല്ല് ഒരു ജുവലറിക്കാരനെ കൊണ്ട് കാണില്ല. ആ കല്ലുമായിട്ട് ജുവലറി ചെന്നു. ജുവലറി ചെന്നപ്പോഴത്തേക്ക് ജുവലറിക്കാരൻ ആ കല്ല് നോക്കി, അല്പം വിശേഷതയുള്ള കല്ല എന്ന് തോന്നുന്നു, ഞാൻ ഇതിനൊരു 10,000 രൂപ തരാം. ജുവലറിക്കാരൻ പറഞ്ഞു, ഇതിന് 10,000 രൂപ തരാം. അവൻ അപ്പൻ്റെ അടുത്ത് വലിയ സന്തോഷത്തോടെ വന്നപ്പാ, നമ്മൾ വിചാരിച്ച പോലെ 100 രൂപ ഒന്നും അല്ല കേട്ടോ ഇതിന്റെ വില. ഞാൻ ജുവലറി ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതിന് 10,000 രൂപ കിട്ടും. അവന് അത് കൊടുത്തേക്കട്ടെ, 10,000 രൂപ കിട്ടും, കൊടുത്തേക്കട്ടെ. അപ്പം പറഞ്ഞു, കൊടുക്കണ്ട, നീ ഇത് മ്യൂസിയത്തിൽ കൊണ്ടുപോകണം. മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഡയറക്ടറെ ഇത് കാണിക്കണം. എന്നിട്ട് ഇതിന് എന്ത് വില കിട്ടും എന്ന് അന്വേഷിക്കണം. മോൻ ഈ കല്ലുമായിട്ട് മ്യൂസിയത്തിൽ ചെന്നു. അതിന്റെ ഡയറക്ടറെ കണ്ടു. ആ ഡയറക്ടറെ കണ്ടപ്പോൾ ഡയറക്ടർ കല്ല് മേടിച്ച് ആശ്ചര്യപ്പെട്ടു. നേരെ കുറെ ജോലിക്കാരെ വിളിച്ചു. അത് പരിശോധനയ്ക്ക് വേണ്ടി അകത്തേക്ക് കൊടുത്തു. പരിശോധന നടത്തുന്നതിനിടയിൽ ആൾക്കാർ ഓടി വന്ന് ഡയറക്ടറുടെ ചെവിയിൽ എന്തോ കുശുകുശുത്തു. ഡയറക്ടർ ഓടി പരിശോധനാ സ്ഥലത്ത് ചെന്നു. തിരിച്ച് ഡയറക്ടറെ കുഞ്ഞിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയ കല്ല? ഇത് വിലയേറിയതാണ്. ഇതിനകത്ത് നിന്ന് പല കാര്യങ്ങളുടെയും ഗവേഷണത്തിന് സഹായിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിന് കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും നിന്റെ വീട്ടിൽ വന്നു ചേരും. ചെറുക്കൻ അങ്ങ് ആശ്ചര്യപ്പെട്ടു പോയി. ചെറുക്കൻ ഓടിയപ്പൻ്റെ അടുക്കൽ വന്ന അപ്പനോട് പറഞ്ഞപ്പാ, മ്യൂസിയംകാർ അതിന് പറഞ്ഞിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പം പറഞ്ഞു, മോനെ, ഇതുപോലെയാ നമ്മളും. നമ്മുടെ വില നാം ആയിരിക്കുന്ന സമൂഹത്തിന്റെ ഇടയിൽ എപ്പോഴും കുറവായിരിക്കും. എന്നാൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തിൽ എത്തിച്ചേരുമ്പോഴാ നാം എത്ര വിലയുള്ളവരാണെന്ന് മനസ്സിലാകുന്നു. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കടം കാണും, രോഗം കാണും, കുടുംബ പ്രശ്നം കാണും, പലവിധ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുമായിരിക്കും. പക്ഷേ വചനത്തിലൂടെ ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയാം. ആമേൻ. യോസഫിനെ നമുക്കറിയാം. ആമേൻ. യോസഫിന്റെ ജീവിതത്തില് യോസഫ് ഒരു വിലയും പറയാനില്ലാത്ത അവസ്ഥയിൽ അവസാനം വന്നു. 20 വെള്ളിക്കാശിന് വിറ്റു. ഒരുപക്ഷെ പോത്തിഫറിന്റെ ഭവനത്തിൽ 50 വെള്ളിക്കാശിന് വിറ്റതായിരിക്കാം. പക്ഷെ യോസഫിന്റെ വില എത്രയാണെന്ന് തീരുമാനിക്കുന്നത് മിദ്യാന്യരല്ല, സഹോദരങ്ങളല്ല, പോത്തിഫർ അല്ല. സ്തോത്രം. യോസഫിന്റെ വില തീരുമാനിക്കുന്നത് ദൈവമാണ്. ഇന്നെന്നെ കേൾക്കുന്ന യോസഫുമാരോട് പറയാം, കുഞ്ഞെ, ആമേൻ, നിന്നെ ഒരു മണ്ടിയായിട്ടായിരിക്കും കാണുന്നത്, കഴിവില്ലാത്തവനായിട്ടായിരിക്കും സഹോദര നിന്നെ എല്ലാവരും കാണുന്നത്. ഒരു പൊട്ടന, അവന് ഒന്നിനും കൊള്ളത്തില്ല, അവനത് കഴിവില്ലാത്തവനാ. സ്തോത്രം. അവൻ രക്ഷപ്പെടത്തേയില്ല, അവന് രക്ഷപ്പെടാനൊന്നും പറ്റുകയില്ല എന്ന് നിന്നെ നോക്കി നിന്റെ വീട്ടുകാര് വിധി പറയുന്നുണ്ടായിരിക്കാം, നീ തന്നെ പറയുന്നുണ്ടായിരിക്കാം, അയ്യോ ഞാനൊരു കഴിവില്ലാത്തവനാ, കഷ്ടകാലക്കാരനാ, ശപിക്കപ്പെട്ടവനാ, എന്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും എനിക്കൊരു മേൽഗതി ഉണ്ടാകത്തില്ല, ഞാൻ ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, സഹോദരന്മാര് നിങ്ങൾ കേട്ടതല്ല നിങ്ങളുടെ വില.
നിങ്ങൾക്കിട്ടതല്ല നിങ്ങളുടെ വില. നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ ഇട്ടതല്ല വില. ആമേൻ. ദൈവം നിങ്ങൾക്കൊരു വില ഇട്ടിട്ടുണ്ട്. ദൈവം ഇട്ടിരിക്കുന്ന വിലയാണ് നിങ്ങളുടെ വില. അത് വിലയേറിയവരാണ്, മാന്യരാണ്. കർത്താവിന് പറയാനുള്ളത്, കുഞ്ഞെ നീ എനിക്ക് വിലയേറിയതാ, നീ എനിക്ക് മാന്യയാ. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ന് ദൈവ പൈതൽ എന്നൊരു പേര് നമുക്ക് ലഭിച്ചോ, എന്ന് ദൈവ മക്കൾ എന്നൊരു പദവി നമുക്ക് ലഭിച്ചോ, ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതം വിലയേറിയ ഒരു ജീവിതമാണെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ ഒത്തിരി കടത്തിലായിരിക്കും. നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ ഒത്തിരി പ്രശ്നങ്ങളിലായിരിക്കും. നമ്മുടെ പ്രസന്റ് സിറ്റുവേഷനിൽ ഒരുപക്ഷെ പാപത്തിന്റെ ബന്ധനങ്ങളിലായിരിക്കാം. പ്രസന്റ് സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയി രോഗത്താല്, അല്ലെങ്കിൽ ഏതെങ്കിലും ശാപങ്ങളാല്, ഏതെങ്കിലും പാരമ്പര്യ പൈശാചിക പോരുകളാല് നിങ്ങൾ പക്ഷെ അലഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ ഞാൻ വചനത്തിലൂടെ ദൈവാത്മാവ് തന്നൊരു പ്രബോധനം നിങ്ങൾക്ക് കൈമാറുന്നത്, അവൻ സകല ജാഗ്രതയോടെയും നിങ്ങളുടെ ഹൃദയത്തെ കാക്കുക, നിങ്ങളുടെ വില തീരുമാനിക്കുക അതിലൂടെയാണ്. സ്തോത്രം. കാരണം നമ്മുടെ ഹൃദയത്തെ പിശാച് നമ്മുടെ ചെവിയിൽ നിനക്കൊരു വിലയുമില്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റു പറയാനുള്ളതല്ല നമ്മള്. സ്തോത്രം. പിശാച് മറ്റുള്ളവരിലൂടെ, ഭർത്താവിലൂടെ, ഭാര്യയിലൂടെ, മക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, മാതാപിതാക്കളിലൂടെ, ചില സംഭവങ്ങളിലൂടെ, നീ ഒരു മണ്ടിയ, കഴിവില്ലാത്തവളാ, ഒന്നിനും നിന്നെ കൊള്ളത്തില്ല, നീ ഒരു ശാപമാ, നീ വന്നു കയറിയപ്പോ മുതൽ തുടങ്ങിയ കഷ്ടകാലമാ എന്നൊക്കെ നമ്മളെ നോക്കി വിളിച്ചു പറയുമ്പോ പിശാച് പറയുന്ന ശബ്ദം കേട്ടിട്ട് നിന്റെ ഹൃദയത്തെ നീ തകർക്കരുത്. നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ നീ കാത്തുകൊള്ളണം. സ്തോത്രം. ഇന്ന് ചിലരോട് ദൈവാത്മാവ് ദൈവവചനത്തിലൂടെ ശക്തമായി ഇടപെടുന്നു. ചില വാക്കുകളിലൂടെ ഹൃദയം തകർക്കാൻ പിശാച് ശ്രമിക്കുന്ന ചിലര് ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ചില വാക്കുകളിലൂടെ ആമേൻ, ചതി, പിശാചിന്റെ വഞ്ചനയത് തിരിച്ചറിഞ്ഞോണം. ചില വാക്കുകളിലൂടെ, ചക്കര വാക്കും ചതിയുടെ വാക്കും ഒരുപോലെ നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കും. ആമേൻ. പാപത്തിന്റെ തേൻ നിറഞ്ഞ ചക്കര വാക്കും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെ കയ്പ് നിറഞ്ഞ ക്രൂരമായ വാക്കും ഒരുപോലെ ഹൃദയത്തെ തകർക്കുന്നതാ. ആരെങ്കിലും നമ്മുടെ ഹൃദയത്തെ തകർക്കാൻ വേണ്ടി ആമേൻ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാ നമ്മുടെ ഹൃദയം തകരുന്നതെന്നാ പലരുടെയും വിചാരം. സ്തോത്രം. എന്നാല് അതേ അളവിൽ തന്നെ നമ്മുടെ ഹൃദയം തകരുന്നതാ മധുരം പുരട്ടിയ, തേൻ പുരട്ടിയ ചക്കര വാക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി വിടുമ്പോൾ അതും ഒരുപോലെ ഹൃദയത്തെ തകർക്കുന്ന. സ്തോത്രം. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രത്തെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ഒന്ന് ചക്കര വാക്കുകളിലൂടെ, വിദ്വേഷം നിറഞ്ഞ, കയ്പ് നിറഞ്ഞ, പകയുള്ള വാക്കുകളിലൂടെ. എന്നാ കാര്യം? നീ ജാഗ്രതയോടെ കാത്താൽ നിന്റെ വില 100 രൂപയല്ല, നീ മാർക്കറ്റിൽ ചെലവാകേണ്ട കേസല്ല. സ്തോത്രം. നീ ജാഗ്രതയോടെ നിന്റെ ഹൃദയം ചെലവാക്കിയാൽ, ഉപയോഗിച്ചാൽ, സൂക്ഷിച്ചാൽ നിന്റെ വില 10,000 അല്ല, ഏതെങ്കിലും ജൂവലറിയിൽ ഒതുങ്ങുന്നതല്ല നിന്റെ വില. സ്തോത്രം. രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ട, പട്ടണങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ട, ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ട, വില മതിക്കാൻ കഴിയാത്ത, വിലയിടാൻ പറ്റാത്ത, തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന വിലയേറിയ വ്യക്തിയാണ് നീ എന്ന് പരിശുദ്ധാത്മാവ് പറയും. സ്തോത്രം.
ആമേൻ. വാ തുറന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്ത് ഏറ്റെടുത്താണ്. യൂഡമന ശന്ധനാറിയാതെ രഗതനസി. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാരാഗ്രഹങ്ങളെ നമുക്ക് ഒരിക്കലും തടയാനൊക്കത്തില്ല. സ്തോത്രം. പക്ഷെ ആ കാരാഗ്രഹങ്ങളെ എന്താക്കണമെന്ന് ദൈവത്തിന് അറിയാം. ആമേൻ. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനം മനസ്സിലാക്കണം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കുടുംബ പ്രശ്നത്തിന്റെയോ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കടഭാരത്തിന്റെയോ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതായ പൈശാചിക സൂത്രങ്ങളുടെ, തന്ത്രങ്ങളുടെ, കാരാഗ്രഹങ്ങളെ സ്തോത്രം എന്താക്കി തീർക്കണമെന്ന് സർവകൃപാലുവായ ദൈവത്തിനറിയാം. സ്തോത്രം. ആമേൻ. അത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നാം ഒരുക്കാൻ തയ്യാറാണെങ്കിൽ, രൂപപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ, പിശാചിന്റെ ശബ്ദം കേൾക്കുന്നതിന് പകരം നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറായാൽ, ഞാൻ ഇങ്ങനെ പറയാം, വിലയേറിയവരാകണമെങ്കിൽ വിലയേറിയത് നമ്മുടെ ഹൃദയത്തിൽ വരണം. വിലയേറിയത് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നാം വിലയേറിയവരാകും. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ അവസ്ഥയിൽ പോയാൽ മതി എന്നുള്ളവര് വായടച്ച് മിണ്ടാതിരുന്നു, ഒരു കുഴപ്പമില്ല. എന്നാൽ ഈ അവസ്ഥയിലല്ല, എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരണം, എൻ്റെ തല കുനിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നടുവില്, ഞാൻ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നടുവില് അല്ലെങ്കിൽ എനിക്കെതിരെ തന്ത്രമൊരുക്കി, സൂത്രമൊരുക്കി, എന്നെ വാരി കുഴിക്കകത്താക്കി എൻ്റെ പേര് തീർന്നു, അവൻ തീർന്നു എന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു പൈശാചിക ശക്തികളുടെ മുമ്പില് എൻ്റെ തല ഉയർത്തി എൻ്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി എനിക്ക് മാറണം എന്ന ആഗ്രഹമുള്ളവരോട് ഞാൻ ദൈവാത്മാവിനെ വിളിച്ചു പറയാം. സ്തോത്രം ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അന്യഭാഷകളുള്ളവർ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട്, ഇന്ന് ഈ രാത്രികാലം ചില അന്യായമായിരിക്കുന്ന ചില വ്യാപാരങ്ങൾ ഹൃദയത്തിൽ നിന്ന് തൂത്തുകളഞ്ഞിട്ട് അതിനെ എടുത്തു കളഞ്ഞിട്ട് നിറയ്ക്കേണ്ട വിലയുള്ളത് നിറയ്ക്കാൻ തയ്യാറായാൽ സ്തോത്രം, താമസിയാതെ ദൈവം നിങ്ങളുടെ വില നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ സൊസൈറ്റിയിൽ, നിങ്ങളായിരിക്കുന്ന ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്താനിടയാം. സ്തോത്രം. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ജോലി പിശാച് പറയുന്നത് കേട്ട് അത് ഏറ്റുപാടാനുള്ളതല്ല, നമ്മളെന്ന് ആദ്യമേ മനസ്സിലാക്കുക. എസ്തേറിന് വല്ല വില ഉണ്ടായിരുന്നു? രൂത്തിന് വല്ല വില ഉണ്ടായിരുന്നു? രാഹാബിന് വല്ല വില ഉണ്ടായിരുന്നു? ദാവീദിന് വല്ല വില ഉണ്ടായിരുന്നു? അടിമച്ചെറുക്കനായി ചെന്ന ദാനിയലിന് വല്ല വില ഉണ്ടായിരുന്നു? റോമിലേക്ക് പോകുന്ന കപ്പലില് അമസ്തോത്രം ഒരു കുറ്റവാളിയെ പോലെ ചെങ്ങലയിട്ട് അവ കൊണ്ടുപോയ പൗലോസിന് വല്ല വില ഉണ്ടായിരുന്നു? സ്തോത്രം. പക്ഷേ ആമേൻ, ഒരു കപ്പിത്താനും നിർവചിക്കാൻ, കണക്ക് കൂട്ടാൻ കഴിയാത്ത വില ആ കപ്പലിലെ സകലരുടെയും ജനത്തെ വീണ്ടെടുത്ത മെലിത്ത പട്ടണത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ആമേൻ ഏറ്റവും അനുഗ്രഹ വിഷയമായ പൗലോസിന്റെ വില തീരുമാനിക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും പറ്റില്ല. അതുപോലെ കുഞ്ഞെ, നിന്റെ വില തീരുമാനിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. പിശാച് പറയുന്ന കള്ളത്തരത്തിൽ നിന്റെ ചെവിയിൽ ഏറ്റെടുത്ത് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആമേൻ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഈ ആടുമാടുകളുമായിട്ട് അമഞ്ഞ് ജീവിക്കാനുള്ളതാ, ഈ ഏറ്റവും കുറഞ്ഞ നിലവാരമാണ് എൻ്റെത് എന്നുള്ള ആ കള്ളത്തരം ഹൃദയത്തിൽ സമ്മതിക്കാതെ ഞാൻ ദൈവത്തിന് വിലയേറിയത് മാന്യനാണ്. സ്തോത്രം. ഒന്നാമത്, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, ലയയുടെ വില തീരുമാനിക്കുന്നത് യാക്കോബല്ല. ലയയുടെ വില തീരുമാനിച്ചത് ആമേൻ ലാബാനല്ല. യാക്കോബിന് ലയയ്ക്ക് ഒരു വിലയും കൊടുത്തില്ല. യാക്കോബും ലേയ്ക്ക് ഒരു വിലയും കൊടുത്തില്ല. പക്ഷെ ദൈവം ആ ലേയ വിലയേറിയവളായി കണ്ടത്. രാഹാബിന്റെ വില തീരുമാനിക്കാൻ ശരിയാ, അവള്
ഒരു വേശ്യ. പക്ഷേ അവളുടെ വില തീരുമാനിക്കാൻ ഒരാൾക്കും പറ്റിയില്ല. ആമേൻ. അവള് വിലയേറിയതായിരുന്നു. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കള് മനസ്സിലാക്കണം, രൂത്ത് ശാപം പിടിച്ചവളാ. ശാപം പിടിച്ച പട്ടണത്തിൽ നിന്ന്, ശാപഗ്രസ്തരുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവക്ക് എന്നാ വില കൊടുക്കാനാ? എന്നാല് അവള് വിലയേറിയവളായിരുന്നു. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവവേദന, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നടുവിൽ ആത്മാവ് നിങ്ങളോട് പറയുകയാ. സ്തോത്രം. പിശാച് പറയുന്ന കള്ളത്തരത്തിന് ഇട കൊടുക്കരുത്. പകരം വിലയുള്ളത് എന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ആ വിലയുള്ളത് കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കണം. ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തോണം. സ്തോത്രം. ഞാൻ തകർന്നു, ഞാൻ നശിച്ചു, എൻ്റെ കടം എന്നെ തകർക്കും, എൻ്റെ രോഗം എന്നെ തകർക്കും, എൻ്റെ ഈ കുടുംബജീവിതം എന്നെ തകർക്കും, അവസാനം ഞാൻ ചാകത്തേ ഉള്ളൂ. ഇങ്ങനെ ഒരാള്, ആ ഒരു നിലവാരത്തിലേക്ക് ഒരാളെ രക്ഷിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അത് തന്നെ ആരെന്നാ പറഞ്ഞാലും പിന്നെയും തതമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ ഞാൻ നശിച്ചു, ഞാൻ ചാകത്തേ ഉള്ളൂ, അവസാനം ഇങ്ങനെയായിരിക്കും. സ്തോത്രം. ഇങ്ങനെ ആരെന്നാ പറഞ്ഞാലും പിന്നെയും പഴയ സ്ഥലത്ത് തന്നെ വരുന്ന ചിലരുണ്ട്. സ്തോത്രം. അവരോടും ദൈവാത്മാവ് പറയുക, ആമേൻ, അങ്ങനെ ഒരു നിലവാരത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം മാറ്റാത്തടത്തോളം സ്തോത്രം, ജീവിതത്തിൽ മറുകര കാണത്തില്ല. മറുകര കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. അതിന് നമുക്ക് വേണ്ടത് കഠിനമായ ഒരു ആഗ്രഹം വേണം. സ്തോത്രം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്നൊന്ന് നോക്കാനുള്ള ഒരു താല്പര്യം വേണം. സ്തോത്രം. എൻ്റെ ഉള്ളിലുണ്ടോ വ്യസനത്തിനുള്ള മാർഗം? സ്തോത്രം. ആമേൻ. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്ത് വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് പറഞ്ഞാല് ഞാൻ നശിച്ചു പോകത്തക്കവണ്ണമുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ടോ എന്ന് കാണിച്ചതൊന്ന് പറഞ്ഞതാ. ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവിന് നമ്മളെ വിലയുള്ള, ആ കൊച്ചു വന്നിട്ട് അപ്പനോട് പറഞ്ഞ, അപ്പ എനിക്കൊരു വിലയില്ല. സ്തോത്രം. അപ്പോഴാ അപ്പന് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് അവന്റെ വില എന്നതാ. സ്തോത്രം. അവൻ എത്ര വിലയേറിയവനാ. ഇതുപോലെ നമ്മളും ദൈവസന്നിധി ചെന്ന് പറയണം, അപ്പോ എനിക്കൊരു വിലയില്ല. സ്തോത്രം. ആമേൻ. എന്റെ കുറവാണോ, എവിടെയാ കുറവ് വന്ന്, എനിക്ക് എവിടെയാ വീഴ്ച വന്നെന്ന് കാണിച്ചതാ. ഒന്ന് നമ്മുടെ ഹൃദയത്തില് അത് കാണാൻ ഒരു ആഗ്രഹം വേണം, ഒരു വാഞ്ച വേണം. കർത്താവ് ഒന്ന് കാണിച്ചതാ. കർത്താവ് വ്യസനത്തിനുള്ള മാർഗം കാണിച്ചതാ. എൻ്റെ കുടുംബം മുടിയാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ തകരാൻ, ആമേൻ, രോഗം എന്നെ നശിപ്പിക്കാൻ, ശാപങ്ങൾ എൻ്റെ മേൽ വാഴാൻ, പിശാച് എൻ്റെ മേൽ ജയമെടുക്കാൻ എന്തെങ്കിലും കാരണം എന്നിലുണ്ടോ? വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ? എനിക്കൊന്ന് കാണിച്ചു തന്നിട്ട് എന്റെ ശാശ്വത മാർഗത്തിൽ നിന്ന് നടത്തിക്കേ. സ്തോത്രം. പ്രാർത്ഥനയോടെ ഇരിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഹൃദയപരമാർത്ഥതയോടെ ഇരിക്കുന്നവർക്കായി സ്തോത്രം. ഇനി ഞാൻ തുടർന്നുള്ള സമയം നിങ്ങളെ വിലയുള്ളതാക്കി തീർക്കാൻ ആവശ്യമായി ചില നിറയ്ക്കാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മള് വിലയുള്ളവരാകുന്നത് നമ്മുടെ ആരുടെയും വിദ്യാഭ്യാസം കൊണ്ടല്ല. ഞാന് വെറും 10ാം ക്ലാസ് തന്നെ, 10ാം ക്ലാസ് പാസ്സായത് തന്നെ ദൈവത്തിന്റെ മഹാകൃപയാല. സ്തോത്രം. പക്ഷെ കൃപയാല് അമേരിക്കയിൽ പോയി ഇംഗ്ലീഷ് പ്രസംഗിച്ചു, ഗുജറാത്തിൽ പോയി ഹിന്ദി പ്രസംഗിച്ചു, തമിഴ്നാട്ടിൽ പോയി തമിഴ് പ്രസംഗിച്ചു. സ്തോത്രം. മറ്റു പല രാജ്യങ്ങളിലും പോയി പ്രസംഗിക്കാൻ കർത്താവ് ഭാഗ്യം. ഞാൻ 10ാം ക്ലാസ്സുകാരനാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്തോത്രകാഴ്ച എന്ന് പറയുന്നത്, ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 5.5 ലക്ഷം രൂപ ഒരു മീറ്റിംഗ്. ഞാൻ ഒരാളോടും എനിക്ക് ചർച്ച ഉണ്ടെന്നോ പിരിവെടുക്കണമെന്നൊന്നും ഞാൻ പറയാറില്ല. സ്തോത്രം. ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ സ്തോത്രകാഴ്ച കിട്ടിയത് 5.5 ലക്ഷം രൂപ. സ്തോത്രം.
എനിക്ക് എൻ്റെ ചെരുപ്പ്, റബ്ബർ ചെരുപ്പ് പുതിയത് മേടിക്കാൻ പറ്റാതെ അത് നൂലും സൂചിയും കൊണ്ട് തയ്ച്ചുകൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. എൻ്റെ ബൈക്കിന്റെ ടയർ മുട്ടയായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ചില ഭാഗം പൊട്ടിപ്പോയിട്ട് വെൽഡ് ചെയ്യാൻ പൈസ ഇല്ലാതെ കെട്ടിക്കൊണ്ടാണ് മനുഷ്യനാണ്. എൻ്റെ പാൻറിന്റെ പോക്കറ്റുകളിലെല്ലാം കീറൽ വീണിട്ട് അതിനകത്ത് ഒരു വക പോലും ഇടാൻ പറ്റാതെ ആ പാൻറ്റും ഇട്ടുകൊണ്ട് നടന്നൊരു മനുഷ്യനാണ് ഞാൻ. സ്തോത്രം. ഹലോ, എൻ്റെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു ഒരു വിലയില്ലാത്തവൻ, ഒരു വിലയില്ലാത്തവൻ. സ്തോത്രം. എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് വലിയ ഭയങ്കര സങ്കടമായിരുന്നു. ഒരു വിലയില്ലാത്തവൻ, ഒരു വിലയില്ലാത്തവൻ. മകളെ കെട്ടിച്ചു കൊടുത്തു, ഒരു വിലയില്ലാത്തവൻ. എൻ്റെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ ജീവിക്കാൻ അറിയാൻ മേലാത്തവൻ. ഇതാ എന്നെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. സ്തോത്രം. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ വിലയേറിയവനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. സഹോദരങ്ങളെ, ലോകം നിങ്ങളെ എന്തും പറയട്ടെ, നിങ്ങൾ ദൈവമക്കളാണ്. അംബാനിയുടെ ആസ്തി എണ്ണി തിട്ടപ്പെടുത്താവുന്നതാ. ആമേൻ. എന്നാല് നമ്മുടെ അപ്പന്റെ ആസ്തി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. മക്കളെങ്കിൽ നാം അവകാശികളാണ്. നമുക്ക് ആദ്യമേ നമ്മളെ കുറിച്ച് ഒരു ധാരണ വേണം. സ്തോത്രം. നമ്മളെ ആ വിലയിലേക്ക് കൊണ്ടുവരാൻ പിതാവ് തന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിന്റെ വില പലർക്കും അറിയത്തില്ല. നമ്മൾ വിലയുള്ളവരാകാത്തതിന്റെ കാരണം നമ്മുടെ കയ്യിൽ വിലയുള്ള പലതും തന്നിട്ടുണ്ട്. ആ വിലയുള്ളതിനെ നമുക്കറിയത്തില്ല. സ്തോത്രം. ആ നാമത്തിന്റെ വില, യേശുവിന്റെ നാമം. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാണ് ആമേ സ്വർഗത്തിന്റെ വാതില് തുറന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ നീളം കൊണ്ടല്ല, ഉപവാസത്തിന്റെ നീളം കൊണ്ടല്ല, വിശുദ്ധിയുടെ അളവ് പോലെ കൊണ്ടല്ല, വിശ്വസ്തയുടെ അളവ് പോലെ കൊണ്ടല്ല, കുടുംബ മഹിമ കൊണ്ടല്ല, അവൻ പിതാക്കന്മാരായി നമുക്ക് കൈമാറി തന്നതല്ല. യേശുവിന്റെ നാമം പറഞ്ഞപ്പോഴാണ് നമുക്ക് മുമ്പിൽ സ്വർഗത്തിന്റെ വാതില് തുറന്നത്. ഏറ്റവും വിലയേറിയതൊന്ന് ആ നാമമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമല്ല ആ നാമത്തിലൂടെ നടന്നത്. ഇന്നലകളിലെല്ലാം നടന്ന പരിഹാരങ്ങൾ ആ നാമത്തിലൂടെയാ. ഇന്ന് നടക്കാൻ പോകുന്ന പരിഹാരവും ആ നാമത്തിലൂടെയാ. നാളെയും പരിഹാരങ്ങൾ നടക്കാൻ പോകുന്നത് ആ നാമത്തിലൂടെയാ. ആ നാമത്തിന്റെ വില മനസ്സിലായവർക്കായി സ്തോത്രം. അല്ലേ? യേശുവിനെ നമ്മൾ കൈക്കൊള്ളുക വഴിയായിട്ട് ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിരിക്കും നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട്. പക്ഷെ ആ ഒരു പ്രശ്ന പരിഹാരം മാത്രമല്ല ലഭിച്ച ആ നാമത്തിലൂടെ ലഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് മുതൽ നാം ഈ ഭൂപ്പരപ്പിലായിരിക്കുന്ന കാലത്തോളം ഉണ്ടാകാൻ പോകുന്ന സകല വിഷയങ്ങളുടെയും പരിഹാരം നടക്കാൻ പോകുന്നത് ആ നാമത്തിലൂടെയാ. ആ നാമത്തിലൂടെ. അതുകൊണ്ട് ആ നാമം മുറുകെ പിടിക്കുന്നവർക്കായി സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാ, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രസ്ഥാനത്തിന്റെ നാമം അല്ല മുറുകെ പിടിക്കേണ്ടത്. IPC നല്ലതാ, ചച്ചോക്കോട് നല്ലതാ, ഷാരോൺ നല്ലതാ, അസംബ്ലി സോക്കോട് നല്ലതാ, ഇതെല്ലാം നല്ലതാ. പക്ഷെങ്കിൽ അതിനേക്കാളൊക്കെ വിലയേറിയത്, വില പറയാൻ പറ്റാത്തത് യേശുവിന്റെ നാമത്തില്. ഞാൻ ദൈവരാജ്യത്തിനകത്തായിരിക്കുകയാ. യേശുവിന്റെ നാമത്തിലൂടെ ഞാനൊരു ആത്മലോകത്തിലേക്ക് കയറിയിരിക്കുകയാ. യേശുവിന്റെ നാമത്തിലൂടെ ഞാൻ നിത്യതയിലേക്ക് കയറിയിരിക്കുകയാ. അന്തമില്ലാത്ത ജീവിതം ആരംഭിക്കുവാൻ കാരണം യേശുവിന്റെ നാമമാണ്. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, മുകേഷ് അംബാനിയുടെ അല്ലെങ്കിൽ
സ്തോത്രം. മസ്കിന്റെ മുഴുവൻ പണം കൊടുത്താലും നിത്യത വിലയ്ക്ക് വാങ്ങാനൊക്കത്തില്ല. ട്രംപിന്റെ മുഴുവൻ ബിൽഡിംഗ് വിറ്റാലും നിത്യത വിലയ്ക്ക് വാങ്ങാനൊക്കെ, നിത്യജീവൻ വിലയ്ക്ക് വാങ്ങാനൊക്കത്തില്ല. നിത്യത എന്ന് പറയുമ്പോൾ രണ്ടു ഭാഗത്തും ഉണ്ട്. നിത്യ മരണവും നിത്യതയിൽപ്പെടുന്നതാ, നിത്യജീവനും നിത്യതയിൽപ്പെടുന്നതാ. എന്നാൽ നിത്യജീവൻ എന്ന് പറയുന്ന വിലയ്ക്ക് മേടിക്കാൻ മുകേഷ് അംബാനിയുടെയോ അംബാനി ഫാമിലി മുഴുവൻ കൊടുത്താലും, സ്തോത്രം, മസ്കിന്റെ മുഴുവൻ ആസ്തിയും കൊടുത്താലും, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ മസ്ക, മസ്കിന്റെ മുഴുവൻ സമ്പാദ്യം കൊടുത്താലും നിത്യജീവൻ എന്ന് പറയുന്നത് മേടിക്കാനൊക്കത്തില്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിലൂടെ പിതാവ് അത് കൈമാറിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏറ്റവും വിലയേറിയത് കുഞ്ഞെ സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാം. ഏറ്റവും വിലയേറിയത് നിന്റെ വീടല്ല, ഏറ്റവും വിലയേറിയത് നിന്റെ ബാങ്ക് ബാലൻസ് അല്ല, ഏറ്റവും വിലയേറിയത് നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, ഏറ്റവും വിലയേറിയത് നിന്റെ ജോലിയല്ല, ഏറ്റവും വിലയേറിയത് യേശുവിലൂടെ നമുക്ക് ലഭിച്ച നിത്യജീവനാണെന്ന് മനസ്സിലാക്കിക്കോണം. സ്തോത്രം. എന്താണത്? ആ നാമം ഇന്നലെയും വിശ്വസ്തമായിരുന്നു, ഇന്നും വിശ്വസ്തത, നാളെയും വിശ്വസ്തത. നമ്മൾ എന്തേരം തെറ്റ് ചെയ്താലും ആ നാമം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം ചെയ്യുക, നമുക്ക് വേണ്ടി കാര്യസ്ഥനായി ഇപ്പോഴും ഈ കൂട്ടായ്മയ്ക്ക് കൂട്ടി വരുത്തിയത് ആ നാമം കേട്ടോ. ഓടി തന്റെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ സൂക്ഷിപ്പാൻ മനസ്സാണെന്ന് ചെയ്ത ആ നാമം ഉണ്ടല്ലോ. വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, നിൽക്കട്ടെ, ഞാൻ 1 വർഷം കൂടെ അതിന് വളവിടാം, 1 വർഷം കൂടെ ഞാൻ അതിന് തടമെടുക്കാം, 1 വർഷം കൂടെ വെള്ളമൊഴിക്കാം, വളരുമോ എന്ന് നോക്കാം എന്ന് പറയുന്ന ആ നാമം ഉണ്ടല്ലോ. സ്തോത്രം. ആ നാമത്തിന്റെ വിലയേറിയതാ. അപ്പോ വിലയേറിയവരാകണമെങ്കിൽ വിലയുള്ളതിനെ മുറുകെ പിടിക്കണം. അല്ലാതെ ആ വഴക്കുണ്ടാക്കിയ കാര്യം ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പണ്ട് പറഞ്ഞ ആ വാക്ക് ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പിന്നെ അതെല്ലാം എടുത്ത് കള. നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാക്ക്, നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാക്ക്. സ്തോത്രം. വിലയുള്ളത് നിന്റെ ഹൃദയത്തിനകത്ത് നിറയ്ക്കാൻ, വിലയുള്ളത് നിന്റെ ഹൃദയത്തിനകത്ത് നിറച്ചിട്ട് നീ വിലയുള്ളതായി തീരും. എടുത്തു കളയേണ്ട ചപ്പ് ചവറല്ല ഹൃദയത്തിൽ നിന്ന് എടുത്തു കള. ആ പകയും പിണക്കവും മത്സരവും അസൂയയും സ്പ്രന്നയും കയ്പും എല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു കള. ഹൃദയം നിർമ്മലതയോടെ കാക്ക. അത് പുസ്തകം വ്യക്തമായി പറയുന്നത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരിക്കൽ കൂടി പറയാം, ഈ നാമത്തിന്റെ ശരിയായിരിക്കുന്ന മഹത്വം കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. ഈ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ വരുന്നൊരു ഗുണം, ഞാൻ എപ്പോഴും പറയും, അത്ഭുതങ്ങൾ ചെയ്യാൻ ഹൃദയശുദ്ധി ഒന്നും വേണ്ട, പ്രവചിക്കാനും ഹൃദയശുദ്ധി ഒന്നും വേണ്ട, കാശുണ്ടാക്കാനും ഹൃദയശുദ്ധി ഒന്നും വേണ്ട, പേരുണ്ടാക്കാനും ഹൃദയശുദ്ധി ഒന്നും വേണ്ട. പക്ഷെ ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. ദൈവത്തെ ആസ്വദിക്കണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. ദൈവവുമായി നല്ല കൂട്ടായ്മ വരണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. എന്നാ നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ആരാ? നമ്മുടെ സൈഡിൽ നിൽക്കുന്നത് ആരാ? നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്റെ വലത്തുഭാഗത്ത് എനിക്ക് എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ ആമേൻ എന്റെ വലത്തുഭാഗത്തുണ്ട്. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, സ്തോത്രം. തിരിച്ചറിയ, മനസ്സിലാക്കുക. ആമേൻ. ആ നാമം എത്ര വിലയേറിയതാ. ആ നാമം
ആ നാമമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി രണ്ടാമത്, യേശുവിന്റെ രക്തം. വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് വെള്ളി, പൊന്ന് തുടങ്ങിയ അഴിഞ്ഞുപോയ വസ്തുക്കൾ കൊണ്ടല്ല. പിന്നെയോ ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാ. സ്തോത്രം. നിറയ്ക്കണം. എങ്ങനെ നിറയ്ക്കണം? വിലയേറിയ രക്തം ഹൃദയത്തിൽ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഹൃദയത്തിൽ നിറയ്ക്കണം. വിലയേറിയ രക്തം ഹൃദയത്തിൽ നിറയ്ക്കണം. ഞാന് നിങ്ങളുടെ മുഴുവൻ ആസ്തിയും കൊടുത്താലും നിങ്ങളുടെ ഒരു പാപമെങ്കിലും കഴുകിക്കളയാൻ പറ്റുമോ? അങ്ങനെ കളയാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ രക്തത്തിന് ഒരു വിലയില്ലായിരുന്നു. നമ്മുടെ മുഴുവൻ ആസ്തി കൊടുത്താലും നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ഒരു സ്ഥലവുമില്ല. ഒരു പുണ്യസ്ഥലത്തിനും ഒരു പുണ്യകർമ്മത്തിനും നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റാതിരിക്കാൻ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. വിലയുള്ളതാണോ? ആ വെള്ളത് കൂടെ ഹൃദയത്തെ നിറയ്ക്കണം. ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തേക്ക് ജീവൻ അതിലൂടെ പുറത്തു വരും. പലരുടെയും ജീവിതത്തിൽ മരണം പുറത്തു വരുന്നതിന്റെ കാരണം ജാഗ്രതയോടെ ഹൃദയം കാക്കാത്തത് കൊണ്ടാണ്. ഹൃദയത്തിനകത്ത് എന്നതാ കിടക്കുന്നേ? സ്തോത്രം. അവരും ഇവരും പറഞ്ഞ കുറെ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ, കൊള്ളുകയില്ലാത്ത ചില മോഹങ്ങൾ. സ്തോത്രം. ഇതൊക്കെ ഹൃദയത്തിനകത്ത് കിടക്കുന്നത്. ഹൃദയം ജാഗ്രതയോടെ കാത്താൽ മാത്രമേ ജീവൻ പുറപ്പെടുത്തുള്ളൂ, അതിന് വില വെളിപ്പെടുത്തുള്ളൂ. ഹൃദയം ജാഗ്രതയോടെ കാത്തില്ലല്ലോ, മരണമാണ് പുറപ്പെടുന്നത്. സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, സഹോദരങ്ങളെ, ഇന്നുള്ള സമ്പാദ്യത്തിൽ സന്തോഷിക്കരുത്. അത് നശിക്കാൻ അധികം നേരം വേണ്ടി വരത്തില്ല. ഇന്നുള്ള ആരോഗ്യത്തിൽ സന്തോഷിക്കരുത്. അത് ഒരു ഭയവിഷയമായി മാറാൻ അധികം നേരം വേണ്ടി വരത്തില്ല. ഇന്ന് നമ്മുടെ ജോലിയിലോ പദവിയിലോ സൗന്ദര്യത്തിലോ കഴിവുകളിലോ ഒന്നും പ്രശംസിക്കരുത്. അതെല്ലാം വിനയായി മാറാൻ അധികം നേരം വേണ്ടി വരത്തില്ല. പാപം സന്തോഷത്തിൽ അവസാനിപ്പിക്കത്തില്ല. പാപം വലിയ തകർച്ചകളിലേ അവസാനിക്കത്തുള്ളൂ. പാപം വലിയ കണ്ണീരിലേ അവസാനിക്കത്തുള്ളൂ. പാപത്തെ നിങ്ങൾ ഗൗരവമായി കാണുന്നില്ല എങ്കിൽ ചൂടാമാനകന്നനസ് ഒരു പെരുമ്പാമ്പ് അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പ് നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഗൗരവമായി അതിനെ നിങ്ങൾ കാണുമോ, അതുപോലെ വേണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പാപങ്ങളെ കാണാൻ. കാരണം ഒരുപക്ഷെ ഇന്നത് നിങ്ങളെ ഉപദ്രവിച്ചൊന്നും വരത്തില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി സുഖമായി നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വരും. ചില ദിവസങ്ങൾ ആ പാമ്പ് നിങ്ങളെ ശല്യം ചെയ്യുന്നു വരത്തില്ല. പക്ഷെ ഒരു ദിവസം അത് നിങ്ങളെ ആക്രമിക്കും. അതിന്റെ വിഷം നിങ്ങളിൽ കയറും. അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. ഇതുപോലെ വേണം പാപത്തെ കാണാൻ. ഇന്നതിന്റെ പരിണിത ഫലമുണ്ടായെന്ന് വരത്തില്ല. ഇന്നതിന്റെ തകർച്ച വന്നെന്ന് വരത്തില്ല. ഇന്നതിന്റെ നാശം സംഭവിച്ചെന്ന് വരത്തില്ല. പക്ഷെ ഉറപ്പായിട്ട് വിളിച്ചു പറയാം, പാപം സന്തോഷത്തിൽ അവസാനിക്കത്തില്ല. പാപം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. പാപത്തിന് ശമ്പളമുണ്ട്. സ്തോത്രം. ഇപ്പോ യേശുവിന്റെ രക്തം വിലയേറിയതാ. ആമേൻ. ആ രക്തം കൊണ്ട് എന്നെ ചെയ്യണം? നമ്മൾ നമ്മുടെ പാപങ്ങളെ കഴുകാൻ തയ്യാറാകണം. വിലയേറിയവരാകണം എന്നുള്ളവർ മാത്രം മതി.
പാപത്തോട് കോംപ്രമൈസ് കാണിക്കരുത്. എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്ത ശരീരമാണ്. ആ ശരീരം പലപ്പോഴും പാപത്തിന് വിധേയപ്പെട്ടു പോകാം. എന്നാൽ എൻ്റെ ദൈവം പരാജയപ്പെട്ട് അതിൽ നീന്തിക്കളിക്കുന്നവരായി തീരാനല്ല എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. മറിച്ച് ആമേൻ അതിൽ നിന്ന് പുറത്തിയാടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജയജീവിതം നയിക്കുന്നത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കേൾക്കണേ, ശ്രദ്ധിക്കണേ. സ്തോത്രം. പാപത്തിൽ തുടരരുതേ. വിലയേറിയ രക്തം തമ്പുരാൻ ഫ്രീ ആയിട്ട് തന്നിരിക്കുക. പിന്നെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ആ രക്തത്താൽ കഴുകാൻ പറ്റാത്ത ഒരു പാപവും ഇല്ല. ആ രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാപവും ഇല്ല. ഞാൻ ഒരിക്കൽ കൂടി ആ പദം പറയാം. യേശുവിന്റെ രക്തത്തിന് കഴുകി വെടിപ്പാക്കാൻ കഴിയാത്ത ഒരു പാപവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ എത്ര കൊടിയ പാപിയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഹാബ് വിലയുള്ള സ്ത്രീയാകാൻ കാരണം വിലയുള്ളതിന്റെ ഇടയിലേക്ക് അവള് വന്നു. ദൈവനാമത്തിലേക്ക് അവൾ വന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടി വന്ന അഭയം പ്രാപിക്കും. ആ നാമത്തിലേക്ക് അവൾ വന്നു. ആമേൻ. ആ യാഗത്തിന്റെ രക്തത്തിലേക്ക് അവൾ വന്നു. സ്തോത്രം. നിങ്ങളെ ദൈവം ക്ഷണിക്കുക വിലയുള്ളവരാകാൻ. ആമേൻ. നമ്മള് കറ, വാട്ടം, മാലിന്യം, ചുളുക്കം ഇവയൊന്നുമില്ലാതെ നിൽക്കാൻ ആ രക്തത്തിന് കഴിയും. സ്തോത്രം. ആ രക്തത്തിൽ ശുദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ആമേൻ, വചനം പറയുന്നത് പോലെ വരുവിൻ നാം തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞു വെപ്പാണെങ്കിൽ ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പാണെങ്കിൽ പഞ്ഞു പോലെ വെളുപ്പിക്കും. സ്തോത്രം. ദൈവം പറയുക, വാ നമ്മളൊന്ന് വാദിക്കാം, നമുക്കൊന്ന് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. പാപം കാരണം നീ വിലയിടിഞ്ഞു പോകരുത്. പാപം നിന്റെ വില ഇടിക്കരുത്. പലരുടെയും ജീവിതം വിലയിടിഞ്ഞു പോകുന്നത് പാപം കാരണമാണ്. ദിബല ജലകന്ധന. പലർക്കും തല ഉയർത്താൻ പറ്റാത്തത് പാപത്തിന്റെ ചിന്ത കാരണം. യേശു പറയുക, വാ കുഞ്ഞെ, നീ ആ പാപത്തെ ഓർത്ത് മനസ്താപം നിനക്കുണ്ടോ? നീ വാ. യേശുവിന്റെ രക്തം നിന്നെ ശുദ്ധീകരിച്ച് ഹിമം പോലെ നിന്നെ വെളുപ്പിക്കാൻ തയ്യാറാണ്. പഞ്ഞു പോലെ വെളുപ്പിക്കാൻ തയ്യാറാണ്. ഇതുപോലെ ചെയ്യാൻ കഴിവുള്ള കോടിക്കണക്കിന് രൂപ കൊടുത്താലും ഇത് ചെയ്യാൻ ഒരു പുണ്യസ്ഥലത്തിനും പറ്റത്തില്ല, ഒരു പുണ്യകർമ്മത്തിനും പറ്റത്തില്ല. യേശുവിന്റെ രക്തത്തിന് പറ്റും. അതുകൊണ്ട് ഹൃദയം നിറയ്ക്കണം. മൂന്നാമത്, ആമേൻ, ദൈവത്തിന്റെ വചനം വിലയേറിയതാണ്. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എങ്കിലും ഈ ന്യായ പ്രമാണത്തിൽ, ഈ വചനത്തില് വള്ളിയോ പുള്ളിയോ മാറത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയതാണ്. ൂഢാബാറാബാന്തനാറിയാതന. സ്തോത്രം. നമ്മളെ വിലയേറിയവരാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശുവിന്റെ നാമം നിന്ന്, യേശുവിന്റെ രക്തം നിന്ന്, ആമേൻ, സ്തോത്രം, ഈ വചനം നിന്ന് നമ്മളെ ദൈവം വിലയേറിയവരാക്കുക. നിങ്ങൾക്കറിയാമോ, മലയാളം മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജില് ഞാനൊരു ക്രിമിനൽ ആയിരുന്ന കാലത്ത് എന്നെ കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ. എന്നെ അന്വേഷിച്ച് വന്നത് ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ സ്ക്വാഡുകാരനാണ്. സാധാരണ ആൾക്കാരൊന്നുമല്ല, സാധാരണ കേസൊന്നും അല്ലായിരുന്നു. സ്തോത്രം. ഞാൻ വഴിയിൽ ഇറങ്ങിയാല് എന്റെ ചുറ്റുമുള്ള വീട്ടിലുള്ളവരകത്ത് കയറും. സ്തോത്രം. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഇന്ന് എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബഹുമാനം, എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹ. സ്തോത്രം. എന്റെ കുടുംബത്തിലുള്ളവർക്ക് വരെ എന്നെ ഭയമായിരുന്നു. സ്തോത്രം. വിലയേറിയതാക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? യേശുവിന്റെ നാമം നിന്ന്, യേശുവിന്റെ രക്തം നിന്ന്, ആ വിലയേറിയ വചനം നമുക്ക് തന്ന് ദൈവം നമ്മളെ വിലയേറിയവരാക്കുകയാണ്. പലർക്കും ദൈവവചനത്തിന്റെ വിലയറിയത്തില്ല.
ലോകത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്കും നിങ്ങളെ മാന്യരാക്കാൻ കഴിയത്തില്ല. ഒരു കളക്ടറാക്കാൻ കഴിയും, ഒരു ഡോക്ടറാക്കാൻ കഴിയും, ഒരു എഞ്ചിനീയർ ആക്കാൻ കഴിയും, ഒരു നേഴ്സാക്കാൻ കഴിയും. പക്ഷെ മാന്യനാക്കാൻ കഴിയുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. സ്തോത്രം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ മാന്യനായ ഒരു മകനാണോ? നിങ്ങൾ മാന്യനായ ഒരു ഭർത്താവാണോ? നിങ്ങൾ മാന്യയായ ഒരു ഭാര്യയാണോ? നിങ്ങൾ മാന്യയായ ഒരു അമ്മയാണോ, അപ്പനാണോ? നിങ്ങൾ മാന്യയായ ഒരു അമ്മാവിയമ്മയാണോ, അമ്മാവിയപ്പനാണോ, മരുമകളാണോ, മരുമകനാണോ? സ്തോത്രം. നിങ്ങൾ മാന്യരായ ഒരു അയൽക്കാരിയാണോ, അയൽക്കാരനാണോ? മാന്യരായ സമൂഹ ജീവികളാണോ? സ്തോത്രം. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പലരും പാട്ടും പ്രാർത്ഥനയും സാക്ഷ്യം പറച്ചിലും പ്രസംഗവുമേ പഠിച്ചുള്ളൂ. പക്ഷെ യേശുവിന്റെ അടുക്കൽ വന്നാൽ യേശു നമ്മളെ മാന്യരാക്കും. യേശുവിന്റെ അടുക്കൽ വന്നാൽ യേശു ദൈവവചനത്തിലൂടെ നമ്മളെ മാന്യരാക്കി തീർക്കുകയാണ്. വിലയില്ലാതിരുന്ന പത്രോസിനെ യേശു കൊണ്ടു നടന്ന സമൂഹത്തിൽ മാന്യനാക്കി മാറ്റി. ശരിയായ രീതിയിൽ അക്ഷരം ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ആ ശിമോൻ പത്രോസിനെയും അന്ത്രയോസിനെയും ഒക്കെ ദൈവം കൊണ്ടു നടന്ന്, ആ യാക്കോബിനെയൊക്കെ ദൈവം കൊണ്ടു നടന്ന്, ആ യോഹന്നാനെയുമൊക്കെ ദൈവം കൊണ്ടു നടന്ന് സമൂഹം തലകുനിക്കത്തക്കവണ്ണം, അവരെ അഭിനന്ദിക്കത്തക്കവണ്ണം ദൈവം അവരെ മാന്യരാക്കി മാറ്റി. നമുക്കറിയാം, രാഹാബ് കൊള്ളുകയില്ലാത്തവളാണ്, പക്ഷെ അവൾ മാന്യയായി മാറി. രൂത്ത് കൊള്ളുകയില്ലാത്തവളാ, പക്ഷെ അവൾ മാന്യയായി മാറി. ദാവീദിന്റെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ടോ? പക്ഷെ ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറി. സ്തോത്രം. ജീവിതത്തിലെ പരാജയങ്ങളൊരു അവസാനമല്ല. ആ പരാജയങ്ങളെ കടന്ന് നിങ്ങൾ നെടുവേർപ്പെടേണ്ട ആവശ്യമില്ല. അതൊക്കെ ജീവിതയാത്രക്കിടയില് നമ്മുടെ പഠന സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കി ആ വീഴ്ചകളും ആ തകർച്ചകളും ആ വാക്കുകളിൽ വന്ന ഏറ്റക്കുറച്ചലുകളും എല്ലാം പരിഹരിക്കുവാനും സ്വതന്ത്രം നമ്മളെ പുനരുദ്ധരിക്കുവാനും ദൈവവചനത്തിന് കഴിയും. ദൈവവചനത്തിനകത്ത് ഉപദേശമുണ്ട്, ദൈവവചനത്തിനകത്ത് ശാസനമുണ്ട്, ദൈവവചനത്തിനകത്ത് തർജ്ജനമുണ്ട്, ദൈവവചനത്തിനകത്ത് ഗുണീകരണമുണ്ട്. ഇതെല്ലാം നമ്മളെ മാന്യരാക്കാനാ, വിലയേറിയവരാക്കാനാ. നമുക്ക് പക്ഷേ ഇതൊന്നും വേണ്ട. നമുക്ക് ദൈവവചനത്തിന് അത് പ്രവചനം മാത്രം മതി. നമ്മളീ പലരുടെയും വിഷയം ദൈവവചനത്തിന് അത് വാഗ്ദത്തം മാത്രം മതി. നമുക്ക് വാലല്ല തലയാക്കും, അത് മാത്രം മതി. ആമേൻ. നിന്റെ കാലുകളെ ആമേൻ പേടമാന്റെ കാലുവിനെ പോലെയാക്കും, ഗിരികളിൽ മേൽ നിന്ന് നിർത്തും, അത് മതി. സ്വതന്ത്രം. ഉയർച്ച തന്നെ നീ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തേയില്ല, അത് മതി. സ്തോത്രം. നന്മയും കരുണയും നിന്റെ ആഴ്കാലം മുഴുവൻ പിന്തുടരും. ആമേൻ കർത്താവേ, സ്തോത്രം, ഗ്ലോറി ജീസസ്, അത് മതി. ഞാൻ അതിനെ ഒന്നും തെറ്റു പറയല്ല, പക്ഷെ ഒരു സത്യം പറയാം. കർത്താവിന്റെ ഉപദേശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ വാഗ്ദത്തം ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാ വാഗ്ദത്തവും നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ മുട്ടി നിന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങും. ഉപദേശം സ്വീകരിക്കാത്തവര് എത്ര വാഗ്ദത്തം മുറുകെ പിടിച്ചാലും നിങ്ങൾക്കത് പ്രാപിക്കാൻ ഒക്കത്തില്ല. ഏതൊക്കെ പ്രവാചകര് വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് മോനെ നീ വാലല്ല തലയാകുമെന്ന് പ്രവചിച്ചാൽ, സ്തോത്രം, നീ കീഴ്ഗതി പ്രാപിക്കത്തില്ല മേൽഗതിയെ പ്രാപിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാലും ഉപദേശം ജീവിതത്തിലില്ലെങ്കിൽ, ഉപദേശം ഉണ്ടാകുന്നിടത്തോളം കാലം ആ വാഗ്ദത്തം ഒന്നും സഫലമാകത്തില്ല. അതുകൊണ്ട് മറ്റ് മതങ്ങളും നമ്മുടെ ക്രിസ്തീയ മാർഗവും തമ്മിലുള്ള വ്യത്യാസം, കുഞ്ഞുങ്ങളെ, മറ്റ് മതങ്ങളില് നോയമ്പെടുത്താൽ മതി, അതിനുശേഷം എന്നെ വേണമെങ്കിലും കാണിക്കാം. 10 കതിന പൊട്ടിച്ചാൽ മതി, വെടി വഴിപാട് കഴിഞ്ഞെടുത്താൽ മതി.
സ്തോത്രം. ഉരുളി നേർച്ച നടത്തിയാൽ മതി, മറ്റു പല കാര്യങ്ങളും ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജീവിതം മാറുന്നതിനനുസരിച്ച നമ്മുടെ വില മാറുന്നത്. മാനപാത്രമായി തീരണമെങ്കിൽ ചിലതിനെ വിടണം. ചിലതിനെ വിടാൻ ദൈവവചനം നമ്മളെ സഹായിക്കും. ചില സ്വഭാവങ്ങളെ വിടാൻ, ചില പെരുമാറ്റങ്ങൾ മാറ്റാൻ, ചില ജീവിത രീതികൾ മാറ്റാൻ. ഒരിക്കൽ കൂടി ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾക്ക്, എനിക്ക്, നമുക്ക് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാവുന്ന മാന്യതയുള്ളവരായി തീരാം. ഒരമ്മ ഇങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ ഇങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, ഒരു മോൻ ഇങ്ങനെയായിരിക്കണം, ഒരു സഹോദരൻ ഇങ്ങനെയായിരിക്കണം, ഒരു വിശ്വാസി ഇങ്ങനെയായിരിക്കണം, ഒരു പാസ്റ്റർ ഇങ്ങനെയായിരിക്കണം. നമ്മെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കത്തക്ക വണ്ണം മാതൃകയുള്ളവരായി നമുക്ക് മാറാം. വിലയുള്ളവരായി തീരണമെങ്കിൽ വിലയേറിയതകത്ത് വരണം. വിലയേറിയതാക്കുന്നതാ ദൈവത്തിന്റെ വചനം. ചുമ്മാ കുറെ യോഗത്തിന് പോയി ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വിലയേറിയവരാകത്തില്ല. ഇന്ന് പ്രകാശ് പാസ്റ്റർ പ്രസംഗിച്ചു, നാളെ വേറൊരു പാസ്റ്റർ പ്രസംഗിക്കുക. നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്ന് അമ്മച്ച ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിലയുള്ളവരൊന്നും ആയി തീരത്തില്ല. അമ്മച്ച ഒരു പരീക്ഷയിടും, പരീക്ഷ. സ്തോത്രം. ഈ കേട്ടതെല്ലാം ഹൃദയത്തിനകത്ത് വന്നോ? ജാഗ്രതയോടെ ഹൃദയം കാക്കുന്നുണ്ടോ? ആവശ്യമില്ലാതെ ചപ്പിയവർ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞോ? ഹൃദയം യേശുവിന്റെ നാമം കൊണ്ട് മുദ്രയിട്ടോ? യേശുവിന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കുന്നുണ്ടോ? നിറയ്ക്കേണ്ട ദൈവവചനം നിറച്ചിട്ടുണ്ടോ? ഉപദേശങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടോ? ശാസനകളെ സ്തോത്രത്തോടെ ഏറ്റെടുത്തിട്ടുണ്ടോ? പ്രോമിസുകൾ കാമയും പറഞ്ഞ് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ദൈവം നോക്കുക. ഇനി ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളെ വിലയേറിയതാക്കുന്നത് ആ പരിശുദ്ധ ആത്മാവ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനോട് വലിയ ഇഷ്ട. പക്ഷേ നിങ്ങൾക്കൊരു സത്യം അറിയാം, കർത്താവ് ആദ്യമേ രൂപമുണ്ടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ മേൽ ആത്മാവിനെ ഊതിയത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നതിന് മുമ്പ്, ആമേൻ, ദൈവത്തിന് മാനിക്കാനുള്ള ഒരു ശരീരം നമ്മൾ ഒരുക്കണം. സ്തോത്രം. അന്യഭാഷ ആത്മനിറവാണെന്ന് ചിന്തിക്കരുത്. ചിലർ പറയുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നാ. അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അവരോട് ഞാൻ ചോദിക്കുക, പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടിയോ? പലരും പറയുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ആമേൻ, നല്ലതാ, സ്തോത്രം. മറുചോദ്യം, പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടിയോ? സ്തോത്രം. നിങ്ങളുടെ പ്രലോഭനങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ അഗ്നി പരിശോധനകളുടെ നടുവിൽ അത് ചെയ്യ എന്ന് പറയുന്ന ചില വേളകളിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ആ പ്രലോഭനത്തെ ജയിക്കാൻ, അഗ്നി പരിശോധനയിൽ ഉറച്ചു നിൽക്കാൻ, ആമേൻ, പോകാൻ, ചെയ്യാൻ, അനുസരിക്കാൻ പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടിയോ? ഏറ്റവും വലിയ കാര്യം ആത്മാവിന്റെ നിറവാ. ആത്മാവിന്റെ നിറവ് അന്യഭാഷയല്ല. ആത്മാവിന്റെ നിറവ് പ്രവചനമല്ല. ആത്മാവിന്റെ നിറവ് രോഗികളെ സൗഖ്യമാക്കലല്ല. ആത്മാവിന്റെ നിറവ് ഭൂതങ്ങളെ പുറത്താക്കലല്ല. ആത്മാവിന്റെ നിറവ് ആത്മാവിന് ഉപയോഗിക്കാൻ നിങ്ങളെ കിട്ടുക എന്നുള്ളതാണ്. എന്നെയും നിങ്ങളെയും ആത്മാവിന് ഉപയോഗിക്കാൻ ലഭിക്കുമ്പോൾ അതിന്റെ പേരാണ് ആത്മനിറവ്. ആമേൻ, സ്തോത്രം. ഇന്ന് ഈ കൂടിവരവിന് നടുവിൽ വിലയേറിയവരാകാൻ ആഗ്രഹിക്കുന്നവരോട് യോസേഫിനെ ചൂണ്ടിയിട്ട് പറയാം, കാരാഗൃഹത്തിൽ ദൈവം അവനോട് കൂടെയിരുന്നു. സ്തോത്രം. കാരാഗൃഹത്തിന് പുറത്തു വരുമ്പോൾ ഫറവോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിവ്യാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുവനെ കണ്ടെത്താൻ കഴിയുമോ? സ്തോത്രം.
ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. വിലയേറിയവരാകണമെങ്കിൽ ആ നാമം നമുക്ക് ലഭിക്കണം, ആ രക്തം നമുക്ക് ലഭിക്കണം. ആമേശ്വരം വചനത്തിലൂടെ നാം ഷേപ്പായി തീരണം. ആമേശ്വരം ആ ആത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് വരണം. ആ ആത്മാവിന്റെ നിറവ് വരുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള രഥങ്ങൾ ഒരുങ്ങും, നമുക്ക് വേണ്ടിയുള്ള മോതിരങ്ങൾ ഒരുങ്ങും, നമുക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ തുറക്കപ്പെടും, നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടും. അത്ഭുതകരമോ ദൈവമായ കർത്താവ് നമ്മെ രാജകീയ തലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങും. സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഹൃദയത്തെ ജാഗ്രതയോടെ ഒന്ന് കാത്താൽ, ഇന്ന് തീരുമാനമെടുത്താൽ, ആമേൻ, നാളെ നിങ്ങളായി തീരുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇന്ന് തീരുമാനമെടുത്ത് ചുവടുകൾ വെച്ചു തുടങ്ങിയാൽ, സ്തോത്രം, നിങ്ങളുടെ അത്ഭുതത്തിലേക്ക്, നിങ്ങളുടെ വിലയേറിയ ജീവിതത്തിലേക്ക് തീരുമാനമെടുത്താൽ കഴിയും. പ്രസംഗം കേട്ടിതിലെ വിട്ടാൽ നടക്കത്തില്ല. പ്രകാശ് പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം അത് നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞൊരു മാർക്കിട്ടേച്ച് സ്തോത്രം, നിങ്ങൾ പോയാൽ പറഞ്ഞത് ജീവിതത്തിൽ വന്നെന്ന് വരത്തില്ല. എന്നാൽ ഇനി കേട്ടത് ഹൃദയത്തിൽ ജാഗ്രതയോടൊന്ന് കരുതാൻ തയ്യാറായാൽ മരണ നദിയായി നിങ്ങളുടെ ജീവിതം അവസാനിക്കത്തില്ല, ജീവനദിയായി മാറും. അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ജീവിതമായി, തലമുറകൾക്ക് അടയാളമാകുന്ന ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതം മാറുവാനിടയാകും. നിങ്ങൾക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത്, അനേകർക്ക് പ്രയോജനപ്പെടും. ഞാനിനി ഒരു പദവും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. തെറ്റായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാൾ അയക്കും അപകടമാണ്, അയാളെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും അപകടമാണ്. ഒരിക്കൽ കൂടി ആ പദം പറയാം. തെറ്റായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാൾ അയാളുടെ കുടുംബത്തിലുള്ളവർക്കും അപകടമാണ്, അയക്കും അപകടമാണ്. ശരിയായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാൾ അയാൾക്കും അനുഗ്രഹമാണ്, അയാളെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും അനുഗ്രഹമാണ്. ഇന്ന് ദൈവസഭയ്ക്കകത്ത് അനേകർ അവർക്ക് അപകടമായി, മറ്റുള്ളവർക്ക് അപകടമായി മരണനദികളെ ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറയുകയാ, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങളോട് പറയുകയാ, പരിശുദ്ധാത്മാവ് വാത്സല്യ മാതാവ് നിങ്ങളോട് പറയുകയാ, വാത്സല്യ കർത്തൃദാസന്മാരെ നിങ്ങളോട് പറയുകയാ. സ്തോത്രം, തെറ്റായ ഒരു ജീവിതമല്ല, വിലയുള്ള ഒരു ജീവിതത്തിന്